നിങ്ങളുടെ ഫേവറേറ്റ് സീരിയലുകൾ ടിവിയിൽ വരുന്നതിന് മുൻപേ സൺ നെക്സ്റ്റ് ആപ്പിൽ കാണാം. ഇനി എല്ലാവർക്കും മുൻപേ കാണൂ. ഇപ്പോൾ തന്നെ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ. അച്ഛാ, കുഞ്ഞേട്ടനെ കണ്ടോ? അങ്കിളുടെ മാനസികാവസ്ഥ എനിക്ക് മനസ്സിലാവും. മകൻ ചെയ്ത തെറ്റ് വിശ്വസിക്കാനാവില്ലെന്നറിയാം. ആകാശിനെ പുറത്തിറക്കാൻ കഴിയാതെ മനസ്സ് വിഷമിച്ച് നടക്കുകയാണല്ലേ. ചില സമയത്ത് മനുഷ്യർക്ക് സകല നിയന്ത്രണവും വിട്ടുപോകും. ആ ഒരു നിമിഷത്തെ തോന്നില്ല ഇങ്ങനെയൊക്കെ ചെയ്യാൻ പ്രേരിപ്പിക്കുന്നത്. പക്ഷേ ആകാശ് ഇങ്ങനെ ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും വിചാരിച്ചില്ല. ഇല്ല, ആകാശ് അല്ലാതെ ചെയ്തത്. അവൻ അങ്ങനെ ചെയ്യില്ല. ഇത്രയും തരം താഴ്ന്ന പ്രവൃത്തി അവൻ മനസ്സ് പോലും ചിന്തിക്കില്ല. പുന്നാരമോന്റെ പ്രവൃത്തി കാരണേ പുറത്തിറങ്ങി നടക്കാൻ പറ്റാതായി. ഇത്രയൊക്കെ ഉണ്ടായിട്ടും ആ ബാസ്റ്റേഡിന് വേണ്ടി സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുക നിങ്ങള്. എന്തൊരു ജന്മവും നിങ്ങളുടെ. അരവിന്ദ്, ആരെ പറ്റിയാ നീ പറയുന്നത് ഓർക്കണം. നീ വാ തുറക്കരുത്. എല്ലാരും ഒരു ടീമല്ലേ? കാണിച്ചു വെച്ച ചെറുതരത്തിന് സപ്പോർട്ട് ചെയ്യാൻ നടക്കല്ലേ നീയൊക്കെ? ഞാനാണ് ഇങ്ങനെ ചെയ്തിരുന്നെങ്കിൽ നിന്റെ അച്ഛനെന്ന് പറയുന്ന ഇയാള് വെറുതെ ഇരിക്കോ? എന്നെ എന്തൊക്കെ വാക്കുകൾ ഉപയോഗിച്ച് കുത്തി നോക്കിയായിരുന്നു. ഈ വീട്ടിൽ തന്നെ ഇറക്കി വിട്ടനെ. മതിയടാ, ഒരു യോഗ്യം വന്നിരിക്കുന്നു. ചില സാഹചര്യങ്ങൾ നിരപരാധിയെ കുറ്റവാളികളാക്കാറുണ്ട്. ചെയ്യാത്തൊരു തെറ്റിന്റെ പേരില്ല എന്റെ മോൻ ലോക്കപ്പ് കിടക്കുന്നത്. അവൻ ചെയ്തില്ലേ പിന്നെ വേറെ ആര് ചെയ്യാനാ? പറ. ഇവന്റെ ചോദ്യത്തിന് മറുപടി പറയാ മനുഷ്യ. മറുപടി പറയാം, എത്രയും പെട്ടെന്ന്. സത്യങ്ങൾ മറച്ചു പിടിക്കാം, വളച്ചൊടിക്കാം. പക്ഷെ അധിക കാലത്തേക്ക് അത് നീണ്ടുപോകില്ല. അവൻ ചെയ്തേനെ അവൻ അനുഭവിക്കും, ജയിലിൽ കിടന്ന്. ശിക്ഷ കിട്ടാൻ പോകുന്നത് ആർക്കാണെന്ന് നമുക്ക് കാണാം. ഇത് ചെയ്തത് ആരായാലും കണ്ടുപിടിച്ച് അഴിക്കുള്ളിലാക്കിയിരിക്കും. ഓ പിന്നെ അവനല്ലാതെ പിന്നെ ആര് ചെയ്യാനാ? അരവിന്ദ്, എന്തിനു ആവശ്യമില്ലാത്ത ആർഗ്യുമെന്റ്സ്? അവൻ ഇത്രയൊക്കെ ചെയ്തിട്ടും സപ്പോർട്ട് ചെയ്തോണ്ടിരിക്കുന്നില്ല മേനം. ആരെന്ത് ചെയ്താലും നമ്മുടെ കല്യാണത്തിന് ഒരു തടസ്സം ഉണ്ടാവില്ല. സമാധാനപ്പെടും. അങ്കിൾ, ഇപ്പൊ സംഭവിച്ച എല്ലാ പ്രശ്നങ്ങളും ബാധിച്ചിരിക്കുന്നത് എന്നെയാ. ശരിക്കും ശിക്ഷ അനുഭവിക്കുന്നത് ഞാനാ. കല്യാണത്തിന് ഇനി ദിവസങ്ങളല്ലേ ഉള്ളൂ. ആ സമയത്ത് ഫാമിലിയിലുള്ള ഒരാള് ജയിലിൽ കിടക്കാന്ന് പറഞ്ഞാൽ ആലോചിക്കാൻ കൂടി പറ്റുന്നില്ല. അങ്കിൾ ഇപ്പൊ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ഞാൻ കൊടുത്ത കംപ്ലൈന്റ് പിൻവലിക്കാം. അങ്കിൾ, നമ്മുടെ ഫാമിലിയിലെ ആരെയും വേദനിപ്പിക്കണമെന്ന് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. ഞാൻ പരാതി പിൻവലിക്കട്ടെ. കേട്ടോ എന്റെ പൊന്നുമോള് പറഞ്ഞത്? പരാതി പിൻവലിക്കാന്ന്. പൊന്നിന്റെ നല്ല മനസ്സ് കണ്ടോ നിങ്ങള്? ഈ പാവത്തിന് ദുഷ്പേരുണ്ടാക്കാൻ അവൻ എങ്ങനെ തോന്നി? ആന്റി, പ്ലീസ്, ഇനി ഇതിന്റെ പേരിലൊരു വഴക്ക് വേണ്ട. അങ്കിൾ, ഈ കേസിന്റെ സീരിയസ്നെസ് ആലോചിച്ചിട്ടുണ്ടോ? ഇതൊരു സാധാരണ കേസല്ല. ആകാശിന്റെ പേരിലുള്ള കുറ്റം തെളിഞ്ഞാൽ ജോലി പോകും, ഡിസ്മിസല് കിട്ടും. അത് മാത്രമല്ല, ജയിലിലും ആവും. അങ്കിൾ വിഷമിക്കണ്ട. ആകാശ് ഇപ്പോ എന്റെ ഭർത്താവാകാൻ പോകുന്ന ആളുടെ അനിയനല്ലേ. ആകാശിനെ ജയിലിൽ പോകാൻ ഞാൻ അനുവദിക്കില്ല. അങ്കിള് പറഞ്ഞില്ലെങ്കിലും ഞാനൊന്ന് തീരുമാനിച്ചു. ആകാശിനെ പുറത്തു കൊണ്ടുവരും ഞാൻ. ഇത് പറയാൻ വേണ്ടിയാ ഞാനിപ്പോ വന്നത്. അല്ലാതെ നടന്നതൊക്കെ ഓർമ്മിപ്പിച്ച്
ആരെയും വേദനിപ്പിക്കാനല്ല. ഞാൻ പോവാ.